ഹലോ ഗായ്സ്, ഇനി നമുക്കൊരു പൂവിൽ കളർ ചെയ്താലോ? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കളറിൻ്റെ പേര് വെറ്റ് ഇന്നർ എന്നാണ്. അതിനായി ഞാനിവിടെ പടം വരച്ചിട്ടുണ്ട്. അതിൽ ആദ്യം ഒരു പൂവിനാണ് കളർ കൊടുക്കുന്നത്. ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചാണ് കളർ കൊടുക്കുന്നത്. മജന്ത കളറിട്ടാണ് ഞാൻ പൂവിന് കളർ കൊടുത്തിരിക്കുന്നത്. എല്ലാ പൂവിനും ഒരുപോലത്തെ കളറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെവ്വേറെ കളർ വെച്ച് ചെയ്യാവുന്നതാണ്. പൂവിലെല്ലാം കളർ ചെയ്തതിന് ശേഷം പൂവിനെല്ലാം ഒരേപോലത്തെ കളർ കൊടുത്തതിന് ശേഷം ഇലയ്ക്കാണ് കളർ കൊടുക്കാൻ പോകുന്നത്. അതിനായി ലൈറ്റ് ഗ്രീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ കൊണ്ട് എല്ലാ ലീഫിനും ഒരുപോലെ കളർ ചെയ്തു. ലീഫിനും അതിൻ്റെ പൂമുട്ടുകൾക്കും ഗ്രീൻ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ നടുക്ക് പൂമ്പൊടിയായിട്ട് ലെമൺ യെല്ലോ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വൈറ്റ് കളർ എടുത്ത് ഫ്ലാറ്റ് ബ്രഷ് വെച്ച് പൂവിൻ്റെ തുമ്പിൽ നിന്നും താഴത്തേക്ക് ഷെയ്ഡിങ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ ഫ്ലവറിൽ നിന്നും ഞാൻ കൊടുക്കുന്നുണ്ട്. വൈറ്റ് തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമില്ല. നമ്മൾക്ക് ഏത് കളറാണോ ആ പൂവിന് കൊടുക്കാൻ താല്പര്യമുള്ളത് ആ കളർ കൊടുക്കാം. ലൈറ്റ് കളർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഡാർക്കിൻ്റെ കൂടെ ലൈറ്റ് കളർ കൂടെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് ഭംഗി കിട്ടുന്നത്. അതിനുശേഷം ലീഫിൽ നിന്ന് ലെമൺ യെല്ലോ ഷെയ്ഡ് വെച്ച് തുമ്പത്തുനിന്ന് കളർ കൊടുക്കുവാണ്. ഷെയ്ഡിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ഔട്ട്ലൈൻ വരച്ച് തുടങ്ങാം. ലീഫുകൾക്കും ഫ്ലവറുകൾക്കും എല്ലാം ബ്ലാക്ക് ഇട്ടാണ് ഔട്ട്ലൈൻ വരച്ചിരിക്കുന്നത്. ഔട്ട്ലൈൻ വരച്ച് കഴിയുമ്പോൾ നമ്മുടെ പടം ഫിനിഷാവുന്നതാണ്. എല്ലാ പടത്തിലും നമുക്ക് മസ്റ്റായിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം ഔട്ട്ലൈൻ വരയ്ക്കാവുന്നതാണ്. നമുക്ക് ഏത് ഫ്ലവർ വേണമെങ്കിലും ഇതേ രീതിക്ക് കളർ കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതേപോലെയുള്ള വീഡിയോകൾ ഇടുന്നതാണ്. അതുപോലെ തന്നെ എംബ്രോയ്ഡറി വീഡിയോകളും ഇടാം. പെയിൻറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം എംബ്രോയ്ഡറി വീഡിയോ ഓരോന്നായി ഇടുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.